എല്ലാവർക്കും ചെറിയ കുട്ടികളോട് എന്തോ ഇഷ്ടമാണ്. പൊന്നു മുത്തേ, പൊന്നു കരളേ, എൻ്റെ പൊന്നെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒരുമ്മ വെച്ചു അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ. പക്ഷേ അത് 2 വയസ്സ് 3 വയസ്സ് അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കുന്നത് പേര് മാത്രം. അവരെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും രസിപ്പിക്കാനും എത്ര രക്ഷിതാക്കളുണ്ട്. റൈഫ് മോള് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, എന്നെ ഉപ്പ വിളിക്കുമ്പോഴൊക്കെ റൈഫ് മോളെ എന്നാ വിളിക്കാറ്. ഉമ്മ വിളിക്കാറോ റൈഫേ, റൈഫ്. കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ വാപ്പ വിളിക്കുമ്പോഴൊന്നും എന്താ വിളിച്ചാൽ. അപ്പോൾ ആ വിളി തന്നെ കുട്ടികളോട് ആ ഒരു വാത്സല്യ ശബ്ദം. കുട്ടികൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, എടാ എഴുന്നേൽക്കില്ലേ, എടി പോകുന്നില്ലേ, ആ പീരങ്കി പൊട്ടിക്കലൊന്നൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ കൂടെ കിടന്ന് അവരൊക്കെ ഒന്ന് തലയോടി അവർക്ക് ചുംബനങ്ങൾ കറുപ്പിച്ച്, പൊന്നുമുത്തേ എഴുന്നേൽക്കുന്നില്ലേ, എൻ്റെ കരളെ മുട്ടായി വേണ്ടേ, ഇങ്ങനെയൊക്കെ തമാശകൾ പറഞ്ഞ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാണെങ്കിൽ കുട്ടികൾക്ക് എന്തൊരു രസമായിരിക്കും. അന്ന് അവർക്ക് എന്തൊരു ഊർജമായിരിക്കും, എന്തൊരു ആവേശമായിരിക്കും. കുട്ടികളെ എത്ര വലുതായാലും അവർ 90 എത്തിയാലും 105 വയസ്സായ ഉപ്പാക്ക് മകൻ തന്നെയാണ്. ആ ലാളന എപ്പോഴും ആവശ്യമാണ്. അറബി വീടുകളൊക്കെ ചെല്ലുമ്പോൾ എന്തോ ഒരു സ്നേഹപ്രകടനമാണ്. എത്ര വയസ്സായ കുട്ടിയാണ് വന്നാൽ നേരെ ഉപ്പായുടെ അടുത്ത് വരുന്നു, ഉപ്പായുടെ കൈ പിടിച്ച് ചുംബിക്കുന്നു, ഉപ്പായുടെ നെറ്റത്ത് മുത്തം കൊടുക്കുന്നു, ഉപ്പ മുർദാവിൽ. അങ്ങനെ പരസ്പരം ആ സ്നേഹം ഉള്ളിൽ കെട്ടിപ്പൂട്ടിയിടാനുള്ളതല്ല. കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടിമുറിക്കണം. കറവയില്ലാത്ത പശു മാംസത്തിൻ്റെ വിലക്ക് വിൽക്കണം. വെള്ളമില്ലാത്ത കിണർ മൂടി ഇല്ലാതെ ചെയ്യണം. അപ്പോൾ സ്നേഹങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാതെ അത് ഏറ്റവും കൂടുതൽ കുട്ടികളോട്, അത് വാപ്പക്കെന്നും മക്കൾ എത്രയായാലും മക്കൾ വലുത് തന്നെയാണ്, അവരോട് നന്നായി സ്നേഹം പ്രകടിപ്പിക്കുക.